എന്ത് സ്മോൾ വേൾഡ് ആണല്ലേ. സംഭവം എന്താന്ന് ഞാൻ പറയാട്ടോ. ഹേ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് സർക്കസ് സ്ട്രീറ്റ്. ബൈ ദ വേ, നമ്മൾ എവിടെ പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോ പോണത് ജീസസ് യൂത്തിന്റെ പരിപാടിക്കാണ്, അതും ഓസ്ട്രേലിയയില്. നാട്ടില് തിരുബാൽസഖ്യം കേസിമയം ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഓസ്ട്രേലിയയില് ഈ പരിപാടി എങ്ങനെ നടക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. കാര്യം കുറച്ചധികം ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഷാരോൺ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ചെന്നപ്പോൾ തന്നെ നമുക്ക് കുറച്ച് വെൽക്കം ഡ്രിങ്കും അതിന്റെ കൂടെ തന്നെ കുറച്ച് ഗെയിംസും ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയില്ലെങ്കിൽ പോലും ആ ഒരു ഐസ് ബ്രേക്ക് സെക്ഷനിലൂടെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു കേട്ടോ. ഗെയിംസ് ഒക്കെ നല്ല അടിപൊളി ഗെയിംസ് ആയിരുന്നു. ഇവിടെ ബോത്ത് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് പിള്ളേർ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ പ്രയേഴ്സും സംഭവങ്ങളൊക്കെ ഇംഗ്ലീഷിലായിരുന്നു കേട്ടോ നടന്നത്. ഞാൻ സ്മോൾ വേൾഡാന്ന് പറയാൻ കാരണം നമ്മൾ ഇവിടെ വേറൊരാളെയും കൂടെ പരിചയപ്പെട്ടായിരുന്നു. നമ്മുടെ സെയിം ഇടവകയിൽ തന്നെ വന്ന ഒരു ചേട്ടൻ. എന്താ അല്ലേ, വെറുതെ അല്ല ആൾക്കാർ പറയണത് സ്മോൾ വേൾഡ് ആണ്. ആ ചേട്ടനെ ഞങ്ങള് അൺഎക്സ്പെക്ടഡ്ലി കണ്ടതാണെങ്കിലും എക്സ്പെക്ടഡ് ആയിട്ട് കണ്ട ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അലീന. അവളും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു. നാട്ടിൽ നിന്ന് മാത്രമായിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല, നമ്മുടെ നാട്ടിലെ ഫ്രണ്ടും കൂടി ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവരവിടെ ബാർബിക്യും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവരുടെയും എക്സ്പീരിയൻസും ഈ ജീസസ് യൂത്ത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തേന്നും അതുപോലെ തന്നെ ഈ ജീസസ് യൂത്ത് എങ്ങനെയാ ഓരോരുത്തരുടെ ലൈഫില് പ്രവർത്തിച്ചെന്നുള്ള കാര്യങ്ങളും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ജീസസ് യൂത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോ തുടങ്ങിയുള്ള കപ്പിളാട്ടോ ഇവർ രണ്ടുപേരും. അങ്ങനെ ആ ചേട്ടന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ ജീസസ് യൂത്ത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ 3 പേരടങ്ങണ ഒരു പ്രയർ ഗ്രൂപ്പിൽ നിന്നാട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു പ്രയറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പരിപാടിയുടെ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിരുന്നു റോസ് ഗിറ്റാർ പ്ലേ ചെയ്തതും അതുപോലെ തന്നെ പാട്ടൊക്കെ പാടിയതും. അങ്ങനെ നമ്മളെല്ലാവരും പ്രയർ ഒക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇതൊരു ഫീൽ ഗുഡ് റിലാക്സ്ഡ് ഒരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇനി അടുത്ത വ്ലോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്ക് സ്ട്രീറ്റ്. ബൈ ബൈ.